അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട വേണു സാർ ഇപ്പൊ താമസിക്കുന്നത് നമ്മുടെ പള്ളിയുടെ ഔട്ട് ഹൗസിലല്ലേ? ഔട്ട് ഹൗസിൽ താമസിക്കുന്നത്. അപ്പം വേണു സാർ എന്നൊരു ബിരിയാണി വെച്ചത്. ബിരിയാണി പേരെന്താ? മടിയം ബിരിയാണി. വേണു സാറിന്റെ മടിയം ബിരിയാണി. തിരകഥ സംഭാഷണ ഷിയാസ്. ഇതിന്റെ മറ്റ് സഹായം എല്ലാം നമ്മുടെ രൂപേഷ്. സ്റ്റീഫന്റെ പണി എന്തായിരുന്നു? ഓൾ ഇൻ ഓൾ സ്റ്റീഫൻ. അപ്പൊ ഞങ്ങള് ഇവിടെ ദം പൊട്ടിക്കാൻ പോണേ വേണു സാറിന്റെ ബിരിയാണി അല്ലേ? എങ്ങനെ പൊട്ടിച്ചാ വേണു സാർ ഉണ്ടാക്കിയ ഞങ്ങളുടെ മടിയം ബിരിയാണി. ഇതിന്റെ മണം മാഷാ അല്ലാ സൂപ്പർ കേട്ടാ. അതെ. പിന്നെ ഒരു പ്രത്യേകത പറഞ്ഞത് ഈ ചുവരുണ്ട, ഈ ചുവരിന്റെ വ്യത്യാസമുള്ള ഞാനും വേണു സാറും തമ്മിൽ. ആരും ഹുസൈൻ അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കണം. അല്ല, മറ്റുള്ള ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾ അയൽവാസി അയാളുടെ വീട്ടിലെ വെളിച്ചം നിങ്ങൾക്ക് കാഫിറാണെങ്കിൽ അത് നിങ്ങൾക്ക് ഹറാമാണെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. പിന്നെ ഖുർആനിൽ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ അയൽവാസികൾ കാഫിറാണെങ്കിൽ അവരോട് പരുഷമായിട്ട് പെരുമാറണമെന്ന് പറയുന്നു. മറ്റുള്ള സമൂഹങ്ങളോടെ പരുഷമായിട്ട് പെരുമാറണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് തിന്നിട്ട് സാധനം പരുഷമായിട്ട് പെരുമാറട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എഴുതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സാധനം പരുഷമായിട്ട് ഒന്ന് പരുഷാട്ടെ പെരുമാറെന്ന് പറഞ്ഞിരുന്നു. ആരും ഹുസൈൻ പറഞ്ഞു ഒന്ന് പരുഷാട്ട് പെരുമാറിയട്ടെ. ഇല്ലെങ്കിൽ പിന്നെ നീ സ്റ്റീഫനോടൊന്ന് പരുഷാട്ട് പെരുമാറട്ടെ നന്നായിട്ട്. നീ രൂപേഷിനോട്. അപ്പൊ ഞങ്ങളുടെ മടിയം ബിരിയാണി പൊളിക്കാൻ പോവാ. വേണുസാറിന്റെ ബിരിയാണിക്ക് നല്ല മണമെന്ന് പറയുന്നത്. കണ്ടാൽ കൊതി കൊണ്ട് വായിൽ രുചിയേറുന്ന വേണുസാറിന്റെ ഈ മടിയം ബിരിയാണി തിന്നുവാൻ പോരുന്നോ ഏതാണ്